വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുകയുണ്ടായി. വളരെ വലിയൊരു ബോംബ് ഉടനെ പൊട്ടും. ആ പൊട്ടുന്ന ബോംബ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടാക്കും. പിന്നെ CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തണമെന്ന് നിങ്ങൾ വിചാരിക്കുക. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല വരുന്നുണ്ട്. ഇതുമായിട്ട് അല്ല നോക്കൂ, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. അല്ല വെച്ചോ. അല്ലല്ല ഓക്കെ. ഇലക്ഷനൊക്കെ എത്ര ദിവസം അല്ല ഇലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും? ഒരുപാട് ദിവസമില്ലേ ഇലക്ഷന്? അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം. അത്രയും ദിവസം ഒന്നും പോകാൻ പാടില്ല. അല്ല നോക്കാം അല്ലേ അല്ല CPM-ലെ ഏതെങ്കിലും നേതാവിനെതിരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പി ശശിയെക്കുറിച്ച്, അതേപോലെ കടകംപള്ളിയെക്കുറിച്ച്, തോമസ് ഐസക്കിനെക്കുറിച്ച്, അതുപോലുള്ള CPM-ലെ പ്രമുഖരായ നേതാക്കന്മാർ ഉൾപ്പെട്ടുള്ള ലൈംഗിക പീഡന പരാതികളിൽ, അതേപോലെ ബലാത്സംഗ കേസുകളിൽ നമ്മളെ മുകേഷിനെ കുറിച്ച് അതുപോലുള്ള ആളുകളെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ടോ? നിങ്ങൾ അവരോട് പോയി ചോദിക്കുക. ഞങ്ങൾ തീരുമാനമെടുത്തു, ആ പാർട്ടി എടുത്തിട്ടുണ്ടോ? ഇനി BJP ആണെങ്കിൽ BJP-ലെ 10 നേതാക്കന്മാരെ കുറിച്ചുള്ള കൃത്യമായ ലൈംഗിക ആരോപണ കഥകൾ കൃത്യമായി തെളിവുകളുമായി എൻ്റെ കൈവശമുണ്ട്. ഞാനത് പുറത്തുവിടാം. BJP നേതാക്കന്മാരെ പുറത്താക്കുമോ? പ്രമുഖരായ നേതാക്കന്മാരാണ്, സാധാരണക്കാരല്ല. അപ്പോൾ അവരും അത് തയ്യാറല്ല. പിന്നെ ഞങ്ങളോട് മാത്രം എന്താണ് എന്നാണ് ഞങ്ങളോട് ഇനി ചോദിക്കേണ്ട. ഞങ്ങൾ എടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു പരാതിയുമില്ലാതെ, ഒരു FIR-ഉം ഇല്ലാതെ ഞങ്ങൾ നടപടിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ നേതാക്കന്മാരെ പുറത്താക്കുമോ? പ്രമുഖരായ നേതാക്കന്മാരാണ്, സാധാരണക്കാരല്ല. അപ്പോൾ അവരും അത് തയ്യാറല്ല. പിന്നെ ഞങ്ങളോട് മാത്രം എന്താണ് എന്നാണ് ഞങ്ങളോട് ഇനി ചോദിക്കേണ്ട. ഞങ്ങൾ എടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു പരാതിയുമില്ലാതെ, ഒരു FIR-ഉം ഇല്ലാതെ ഞങ്ങൾ നടപടിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങളോ എന്നാണ് ചോദിച്ചത്. അതോടൊപ്പം അദ്ദേഹം വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുകയുണ്ടായി. വളരെ വലിയൊരു ബോംബ് ഉടനെ പൊട്ടും. ആ പൊട്ടുന്ന ബോംബ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടാക്കും. നമ്മൾ ഇന്നലെ വരെ കേട്ടിരുന്ന ഒരു മന്ത്രിസഭയിലെ ഒരു മന്ത്രി, ഒരു കുട്ടിയുടെ അവിഹിത ബന്ധത്തിലെ ഒരു കുട്ടിയുടെ പിതാവ് ഗണേശനാണെന്നുള്ള വിവരം എന്തായാലും ലോകത്തിൻ്റെ എല്ലാവർക്കും. അതല്ല, വേറെ ഏതോ ഒരു മന്ത്രിക്ക് അവിഹിത ബന്ധത്തിൽ ഒരു ബലാത്സംഗ കേസിൽ വ്യക്തമായ തെളിവുമായി ഒരു പെൺകുട്ടി പരാതി കൊടുക്കാൻ പോയി. അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ നമ്മുടെ സതീഷിൻ്റെ VD സതീഷിൻ്റെ കൈവശം എത്തിയിട്ടുണ്ട്. വളരെ ശക്തമാണ്, അത് ഞെട്ടിക്കുന്നതാണ്. അത് പുറത്തു വന്നു കഴിഞ്ഞാൽ മന്ത്രിസഭ തന്നെ രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ് കിട്ടിയ വിവരം.